ഏകസത്യദേവമായ യഹോവേ, അങ്ങയുടെ നാമം സർവ്വഭൂമിയിലും നിറയ്ക്കുമാറാക്കണമേ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 21. ഒന്നാമത്തെ വായനാഭാഗം 1 രാജാക്കന്മാർ 16-ാം അധ്യായം. ഇവിടെ ബയശ് ഇസ്രായേലിൽ, വടക്കേ രാജ്യമായ ഇസ്രായേലിൽ രാജാവാണ്. അവിടെ ഹനാനിയുടെ മകൻ യേഹു എന്ന ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവപുരുഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ബയശയോട് പറയാനുള്ള അരുളപ്പാടാണ്: ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവാക്കി വെച്ചു. നീയോ യൊരോബയാമിൻ്റെ നെബാത്തിൻ്റെ മകനായ യൊരോബയാം, ആദ്യത്തെ രാജാവ്, വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ രാജാവ്, യൊരോബയാമിൻ്റെ വഴിയിൽ നടന്ന് എനിക്ക് വിരോധമായി ജനത്തെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിൻ്റെ ഗ്രഹത്തെയും യൊരോബയാമിൻ്റെ ഗ്രഹത്തെ പോലെയാക്കും. നിൻ്റെ ഗ്രഹത്തിൽ ആരും ഉണ്ടാകുകയില്ല. ഇത് ചെയ്തതും ബയശ തന്നെയാണല്ലോ. ബയശ രാജാവായപ്പം ബയശ യൊരോബയാമിൻ്റെ സർവ്വജനത്തെയും സർവ്വ മക്കളെയും യൊരോബയാമിൻ്റെ കുടുംബത്തെ എല്ലാം നശിപ്പിച്ചു. അതുപോലെ ഇവിടെ ബയശയ്ക്കും അങ്ങനെ തന്നെ ദൈവം ചെയ്യും എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ബയശ തൻ്റെ പിതാക്കന്മാരെ പോലെ തന്നെ നിദ്ര പ്രാപിച്ചു. ഏല എന്ന ബയശയുടെ മകൻ രാജാവായി. അപ്പം അതുപോലെ തന്നെ ഏലായും ദൈവത്തിന് അനിഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ യേഹൂ പ്രവാചകൻ മുഖാന്തരം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ സമയത്തും ആസായാണ് യഹൂദയിൽ രാജാവായിരിക്കുന്നത്. ഈ ഏല 2 വർഷമേ ഇസ്രായേലിൽ രാജാവായി ഇരുന്നിട്ടുള്ളൂ. ആ സമയത്ത് സിമ്രി എന്ന ഒരു രഥങ്ങൾക്ക് പകുതി അധിപതിയായവൻ അവന് വിരോധമായി കൂട്ടുണ്ടാക്കി തിർസായിൽ വെച്ച് അവനൊരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പം അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവന് പകരം സിമ്രി രാജാവായി. അപ്പം ഇങ്ങനെ ഒത്തിരി അധികം രാജാക്കന്മാർ ഇസ്രായേലിൽ രാജാവായിരുന്ന ഒരു സംഭവം വിവരിക്കുന്ന അധ്യായമാണ് ഈ 16-ാം അധ്യായം. സിമ്രി രാജാവായി. സിമ്രി രാജാവായിട്ടും കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പോലെ തന്നെ സംഗമം എല്ലാം നടക്കുന്നു. ഈ സിമ്രി ചെയ്തൊരു കാര്യം, ഈ ബയശയുടെ ഗ്രഹത്തെ മുഴുവനും നശിപ്പിച്ചു. യേഹൂ പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ അത് സംഭവിച്ചു. സിമ്രി ബയശയുടെ കുടുംബത്തെ ആകമാനം എല്ലാവരെയും, പുരുഷപ്രജയായ ഒന്നിനെയും ശേഷിപ്പിച്ചില്ല. സ്ത്രീകളുണ്ടായിരുന്നിരിക്കാം, പുരുഷപ്രജയായി ഒന്നിനെയും ശേഷിപ്പിച്ചില്ല എന്നാണ് ഇവിടെ വായിക്കുന്നത്. അങ്ങനെ ബയശയും അവൻ്റെ മകൻ ഏലായും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിച്ചു. സിമ്രി ഈ ബയശയുടെ ഭവനത്തെ എല്ലാം നിഗ്രഹിച്ച് കളഞ്ഞിട്ട് 7 ദിവസമേ സിമ്രി അവിടെ രാജാവായിരുന്നു. 7 ദിവസത്തിനകത്ത് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 7 ദിവസത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോഴത്തേക്ക് ഈ ഇസ്രായേൽ രാജ്യത്തിൻ്റെ പടയാളികളുടെ എല്ലാം സേനാധിപതിയായ ഒമ്രിയെ ഇസ്രായേലിന് രാജാവായിട്ട് ജനമെല്ലാം കൂടെ വാഴിച്ചു. അപ്പം അങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പം രക്ഷയില്ലെന്ന് സിമ്രി മനസ്സിലാക്കിയിട്ട് സിമ്രി കൊട്ടാരത്തിൻ്റെ ഉൾമുറിയിൽ പോയി കൊട്ടാരം തീ വെച്ചിട്ട് താനും അതിനകത്ത് കിടന്ന് മരിക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നൊരു കാര്യം, സിമ്രി ആയാലും ബയശയായാലും ഏലായാലും യൊരോബയാമായാലും ഒക്കെ അവരുടെയൊക്കെയും വൃത്താന്തങ്ങൾ അവരുടെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാണ് നമുക്കിത് ലഭിക്കുന്നത്. ഓരോരുത്തർ രാജാക്കന്മാരുടെയും അവരുടെ വൃത്താന്ത പുസ്തകം, അതായത് ഡയറി, ഡെയിലി ഉള്ള കാര്യങ്ങൾ എഴുതുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ഇവിടെ ഒമ്രി രാജാവാക്കിയപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ജനം 2ആയി പിരിഞ്ഞു. പാതി ജനം ഗീനത്തിൻ്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിന് അവൻ്റെ പക്ഷം ചേർന്നു. പാതി പക്ഷം ഒമ്രിയുടെ പക്ഷം ചേർന്നു. പക്ഷേ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം തിമ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ച് തിമ്നിയെ കൊല്ലുകയൊക്കെ ചെയ്തു. അങ്ങനെ രാജാവ് ഒമ്രി സകല ഇസ്രായേലിനും രാജാവായി മാറി. അപ്പോഴും ആസ
യഹൂദയിൽ രാജാവാണ്. ആസ 41 വർഷമാണല്ലോ ആസ രാജാവായിരുന്നു. ഇപ്പം 31 വർഷമായി. 31 വർഷമായപ്പോഴത്തേക്ക് ഇവിടെ ഒമ്രി ഇസ്രായേൽ രാജാവായി. 12 വർഷം വേണം. 12 വർഷം വേണം. 31 12 38 വർഷം അല്ലേ? അങ്ങനെ 31 വർഷം വേണം. തിർസായിൽ 6 വർഷവും. പിന്നെ അവൻ ശേമർ എന്നൊരു മനുഷ്യനോട് ശമരിയ എന്നൊരു മല വാങ്ങിയിട്ട് ആ മലമുകളിലൊരു പട്ടണം പണിതു. ആ പട്ടണത്തിന് അതിൻ്റെ ഉടമസ്ഥനായ ശേമറിൻ്റെ പേരിൽ ശമരിയ എന്ന പേര് വിട്ടു. അങ്ങനെയാണ് ശമരിയ വരുന്നത്. ആദ്യമേ ശമരിയ എന്ന പേരില്ല. ശമരിയ എന്ന പേര് വരുന്നത് ഈ ശേമർ എന്ന മനുഷ്യൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വാങ്ങിച്ചതുകൊണ്ട് അതിനെ ശമരിയ എന്ന് പേരിട്ടു. ഒമ്രി അവിടെ രാജാവായിരുന്നു പിന്നെയുള്ള കാലം. ആദ്യം തിർസായിൽ 6 വർഷവും പിന്നെയുള്ളൊരു 6 വർഷം ഈ ശമരിയയിലുമായിരുന്നു ഭരിച്ചിരുന്നത്. ഇവനും കണക്കായിരുന്നു. ഒമ്രി ഈ യൊരോബെയാം ചെയ്തതുപോലെ തന്നെ എല്ലാ വഴികളിലും ദൈവത്തെ കോപിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തത്. ഒമ്രി മരിച്ചു. അവിടെ ശമരിയിലാണ് അടക്കം ചെയ്തത്. അവൻ്റെ മകനായ ആഹാബ് അവന് വരും രാജാവായി. ആഹാബാണ് അതിലേറ്റവും ബിരുദനായ രാജാവ്. ഏറ്റവും അധികം 22 വർഷമാണ് അവിടെ രാജാവായി വേണത്. അപ്പോഴും ആസ അവിടെ യഹൂദയിൽ രാജാവാണ്. ആസയുടെ രാജ്യത്വത്തിന് ഇളക്കമൊന്നും തട്ടിയിട്ടില്ല. ഇവിടെയാണെങ്കിൽ രാജാക്കന്മാർ മാറിക്കൊണ്ടേയിരിക്കുന്നു. ആഹാബ് രാജാവായി. ഇസ്രായേലിൽ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു. അയാൾ വിവാഹം കഴിച്ചത് ഇസ്രായേലിലുള്ള ഒരു കുട്ടിയല്ല, മറിച്ച് സീദോന്യ രാജാവ് ഏദ്ബാലിൻ്റെ മകളായ ഇസബലിനെയാണ് ഭാര്യയായി കഴിച്ചത്. ഇസബൽ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇസബൽ ആരാണെന്നുള്ളത്. എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണല്ലോ. അപ്പോൾ സീദോന്യ രാജാവാണ്. സീദോൻ രാജ്യത്ത് പോയ അവിടുത്തെ രാജാവിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. അപ്പം തന്നെ അവരുടെ വിശ്വാസമനുസരിച്ച് ഒക്കെയും ഈ രാജാവിന് പോകേണ്ടി വരും. ബാലിനെ ചെന്ന് സേവിച്ചു. ശമരിയിൽ പണിത ബാലിൻ്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠം ഉണ്ടാക്കി, ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ഈ കാലത്താണ് ബഥേലിനായ ഒരു ഹീയൽ എന്നൊരാളുണ്ടായിരുന്നു. അയാൾ എരിഹോ പണിതു. എരിഹോ നശിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ യോശുവ പറയുന്നുണ്ട്. അത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായമാണ്, നോക്കിയാൽ മനസ്സിലാവും. യോശുവ പറയുന്നുണ്ട്, ഈ പട്ടണം പണിയരുതിനി, അഥവാ പണിയുകയാണെങ്കിൽ, വീണ്ടും പണിയപ്പെടുകയാണെങ്കിൽ, ആ പണിയപ്പെടുന്ന സമയത്ത് ആരാണോ പണിയുന്നത് അവൻ്റെ കുടുംബത്തിൽ നടക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവൻ്റെ മൂത്ത മകൻ മരിച്ചു. അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ഇളയ മകനും മരിച്ചു. ഇതന്ന് പറഞ്ഞിരുന്നു, ഇതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അത് ഇടുന്നവൻ്റെ മൂത്ത മകൻ മരിക്കും, അതിൻ്റെ പടിവാതിൽ വെക്കുമ്പോൾ അവൻ്റെ ഇളയ മകനും മരിക്കും എന്നുള്ളത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ യോശുവ പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പോൾ അത് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് ആസ എന്ന രാജാവ് യഹൂദയിൽ രാജാവായിരുന്ന് 41 വർഷം പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് ഇവിടെ പല രാജാക്കന്മാർ മാറി മാറി വരുന്നു, കൊല നടക്കുന്നു, ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുന്നു, രാജാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നു, രാജാവിൻ്റെ മകനെ കൊല്ലുന്നു, രാജാവിൻ്റെ മകനെ കൊല്ലുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒട്ടും അഭിലഷണീയമല്ലാത്ത, ദൈവത്തിന് അഭിലഷണീയമല്ലാത്ത, ദൈവജനത്തിന് ചേരാത്ത പ്രവൃത്തികളാണ് വടക്കേ രാജ്യമായ ഇസ്രായേലിൽ നടന്നുകൊണ്ട് ഇരുന്നത്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം. ഇവിടെ യിരെമ്യാ പ്രവാചകൻ്റെ അടുക്കൽ എല്ലാ പടത്തലവന്മാരും, ബാക്കിയുള്ളവർ അവിടെ പടത്തലവന്മാരൊക്കെ ഉണ്ടായിരുന്നു, ഏൽപ്പിച്ചു പോയ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ രാജ്യമില്ലാത്ത പടത്തലവന്മാരാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഗദല്യാവ് മരിച്ചു. കാരഹിൻ്റെ മകനായ യോഹാനാനും യോശയ്യാവിൻ്റെ മകനായ യസന്യാവും ആബാലവൃദ്ധം സർവ്വജനവും അടുത്തു വന്ന് യിരെമ്യാ പ്രവാചകനോട്, നിൻ്റെ ദൈവമായ യഹോവ ഞങ്ങൾ വഴി നടക്കേണ്ടുന്ന വഴി എന്തെന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ കേൾക്കാം എന്നും പറയുകയാണ്. അപ്പം തിരിച്ചു പറയുകയാണ്, ഞാൻ അപേക്ഷ അംഗീകരിക്കുന്നു, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ദൈവമായ യഹോവയോട് അപേക്ഷിക്കാം
എന്താണോ ദൈവം പറയുന്നത് അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ജനം പറയുന്നത്, ഞങ്ങൾ നീ ദൈവത്തിൻ്റെ വാക്ക് വന്ന് പറയുമ്പോൾ ഞങ്ങളത് കേട്ടനുസരിച്ച് ഞങ്ങൾ ഗുണം വരണം. അത് കേട്ടാൽ ഞങ്ങൾ ഗുണമേ വരുള്ളൂ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ നീ പറയുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കും എന്ന് പറയുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായി. അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞു. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾ പക്ഷേ പേടിക്കണ്ട ബാബേൽ രാജാവിനെ പേടിക്കണ്ട. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് വിഷമിക്കണ്ട എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ ഈ ദേശത്ത് പാർക്കാതെ, ഈ ദേശത്ത് പാർത്ത് മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുകയുള്ളൂ. ഈ ദേശത്ത് പാർക്കണം, എങ്ങും പോകരുത്. പക്ഷെ നിങ്ങൾ മിസ്രൈം ദേശത്ത് എല്ലാ സമൃദ്ധിയും ഉണ്ടെന്നും പറഞ്ഞ് അവിടെ പാർക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ, നിങ്ങൾ അത് മിസ്രൈമിൽ പോകുന്നതിനെക്കുറിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾ കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞാണ് ദൈവം അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്രൈമിലേക്ക് പിന്നെ അവർക്ക് പോകേണ്ടി വന്നിട്ടേ ഇല്ല. ഒരാശ്രയത്തിനും പോകേണ്ടി വന്നിട്ടില്ല. അവിടേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെയും ദൈവം പറയുന്നത് നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുതെന്ന്. പക്ഷേ എന്നാൽ മിസ്രൈമിലേക്ക് പോകാതിരുന്നാൽ നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും ആഹാരവും കാര്യങ്ങളും ഒക്കെ ലഭിക്കും. മിസ്രൈമിൽ പോയാൽ അവിടെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ കഷ്ടവും ഒക്കെയും പിന്തുടരും. ഇവിടെ സംഭവിച്ച വാള് നിങ്ങളെ അവിടെയും വാള് വരും. ഇവിടെ സംഭവിച്ച വാളേതാ? ഇത് ബാബേലിൻ്റെ അല്ലെങ്കിൽ ബാബിലോണിൻ്റെ അല്ലെങ്കിൽ നെബൂഖദ്നേസറിൻ്റെ അല്ലെങ്കിൽ കൽദയരുടെ വാള്, അല്ലെങ്കിൽ അശൂര്യരുടെ വാള്, ഏതെങ്കിലും അവിടെ വരുത്താൻ ദൈവത്തിന് കഴിയും. അത് വരും. അതുകൊണ്ട് നിങ്ങൾ പോകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ യഹൂദായിൽ ശേഷിപ്പുള്ളവരെ നിങ്ങൾ മിസ്രൈമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതൊക്കെ നീ ഞങ്ങളോട് അറിയിക്കണേ എന്ന് ഞങ്ങൾ അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ അയച്ചു. ഞാനത് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. നിങ്ങളോ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ മുഖാന്തരം ഞാൻ നിങ്ങളോട് അറിയിച്ച കാര്യമൊന്നും അനുസരിച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കരുത്. ആകയാൽ നിങ്ങളിപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത് അവർക്ക് അങ്ങനത്തെ താല്പര്യമുണ്ടെന്നുള്ളത് യിരെമ്യാവിനെ അറിഞ്ഞിട്ടാണ് യിരെമ്യാ പറയുന്നത് നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുതെന്ന്. ദൈവം അത് യിരെമ്യാ പ്രവാചകരോട് അറിയിച്ചിട്ടുണ്ട്, ഇവരിവിടെ തന്നെ പാർക്കണം എന്നുള്ളത്. പക്ഷേ നമ്മൾ 41 അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ ചില അഹങ്കാരികളായൊക്കെ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് യിരെമ്യാവോട് എതിർക്കുകയും മിസ്രൈമിലേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യും. നമ്മൾ അടുത്ത അധ്യായത്തിൽ വായിക്കും. പക്ഷേ ഇവിടെ ദൈവം കൃത്യമായി പറയുന്നത് നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ പാർക്കണം, ഇവിടെയാണ് നിങ്ങൾക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാമെന്ന് പറഞ്ഞ ജനമാണ്. ഞങ്ങളത് കേൾക്കാം. ദൈവം എന്ത് പറഞ്ഞാലും ദോഷമായാലും ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ അനുസരിച്ചാൽ ഗുണമേ ഉണ്ടാവുള്ളൂ. ദോഷമായാലും ഗുണമായാലെന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കാര്യം ഇത്തിരി കഷ്ടമുള്ളതായാലും ഞങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അവർ സമ്മതിക്കുന്നത്. അത് എന്തായി തീരുമെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. 3-ാമത്തെ വായനാഭാഗത്തിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് നമ്മളെത്തി. 16 ഈ മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ കണ്ട മഗ്ദലക്കാരത്തി മറിയയും യോസയുടെയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ഒക്കെ ചെന്ന് സുഗന്ധവർഗം പുരട്ടേണ്ടതിന് രാവിലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയിലെത്തിയതിനെക്കുറിച്ചാണ് വായിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കല്ല് നമുക്ക് വേണ്ടി ആര് ഉരുട്ടിത്തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ അവിടെ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടി മാറിയിരിക്കുന്നതായി കണ്ടു. അതിനകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ, ഇത് ഇങ്ങനെയാണ് ഇതിലെഴുതിയിരിക്കുന്നത്. നിങ്ങൾ വേറെ ചിലയിടത്തൊരു പൂന്തോട്ടത്തിൽ വെച്ച് ഒരു പൂന്തോട്ടക്കാരനെ പോലെ ഒരാളിനെ അവിടെ വെച്ച് കാണുന്നു. അവിടെ വെച്ച് അവരോട് പറയും യേശു ഇവിടെ ഇല്ല എന്നൊക്കെ. ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം നമ്മൾ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ വേറെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ ഉരുട്ടി അകത്ത് പോയപ്പോൾ ഒരു നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലതുഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ ക്രൂശ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറായൻ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവന് ഉയർത്തെഴുന്നിട്ട് ഇവിടെ ഇല്ല, അവനിവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ, നിങ്ങൾ നോക്ക് എന്ന് കാണും. നിങ്ങൾ പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും, അവിടെ പ്രത്യേകം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് പത്രോസ് വരുന്നത്. പക്ഷേ അവിടെ ശിഷ്യന്മാരോടും
പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയാൻ. അപ്പോൾ നിങ്ങളവിടെ ഗലീലയിൽ ചെല്ലുമ്പോൾ, ഗലീലയിൽ ചെല്ലും, ഇപ്പം യെരുശലേമിലാണ് ഈ സംഭവം. യെരുശലേമിൽ എന്ന് പറയുന്ന യഹൂദ ദേശത്താണ് ഇപ്പം നിൽക്കുന്നത്. ഗലീലയെ വെച്ച് നിങ്ങൾ അവരെ കാണും. അപ്പം ഗലീലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗലീലയിൽ ചെന്നാൽ അവിടെ വെച്ച് നിങ്ങൾ അവരെ യേശുക്രിസ്തുവിനെ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചെന്ന് അവർ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടുവെന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. പക്ഷെ അതവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് യേശുക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നത്, 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ, അത് ദെമോസിലേക്കെന്നുള്ളത് വേറെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. അവർക്ക് മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷനായി. അവരും പോയി ശേഷമുള്ളവരോട് അറിയിച്ചു, ഞങ്ങൾ വഴിയിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടു. അവരും അവരുടെ വാക്കുകളും അവർ വിശ്വസിച്ചില്ല. പിന്നീട് ഒരിക്കൽ ഈ 11 പേർ ഒരാളില്ലല്ലോ. ആ 11 പേർ ഒരാളില്ല എന്ന് പറഞ്ഞാൽ യൂദയുടെ കാര്യം നമുക്കറിയാമല്ലോ. ഇസ്കറിയോത്ത യൂദ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിലില്ല. 11 പേരേ ഉള്ളൂ. അവർ ഭക്ഷണത്തിരിക്കുമ്പം അവരുടെ നടുവിൽ യേശുക്രിസ്തു വന്നു. അവർ മറ്റുള്ളവരുടെ വാക്ക്, മറിയയുടെയൊക്കെ വാക്ക്, അതുപോലെ ഈ 2 പേരുടെ വാക്കൊന്നും വിശ്വസിക്കാത്തതിന് അവരുടെ ഹൃദയകാഠിന്യത്തെ ശാസിക്കുന്നുണ്ട് യേശുക്രിസ്തുവോട്. എന്നിട്ട് പറയാം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനം ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അവിടെ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും രണ്ടും വ്യവസ്ഥകൾ തന്നെയാണ്. വിശ്വസിക്കുകയും വേണം, സ്നാനം ഏൽക്കുകയും വേണം. ഇനിയും വിശ്വസിച്ചു സ്നാനം ഏൽക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണവശാൽ മരിച്ചു പോയാലും അവൻ വിശ്വസിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് അവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുള്ള അവസരമുണ്ട്. അതാണ് നമ്മളതിനകത്ത് വായിക്കുന്നത്. ഇപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. വിശ്വസിക്കാനും സ്നാനമേൽക്കാനും അവസരമുണ്ടെങ്കിൽ വിശ്വസിക്കണം, അതിനുശേഷം സ്നാനമേൽക്കുകയും വേണം. പക്ഷേ വിശ്വസിച്ച് സ്നാനമേൽക്കാനിരിക്കുന്നതിന് മുമ്പ് അതിനുള്ള അവസരം ലഭിക്കാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ചും അയാൾക്കും അവിടെ, അതുകൊണ്ടാണ് 2ാമത് വായിക്കുന്നത്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കാത്തവനും സ്നാനമേൽക്കാത്തവനും ശിക്ഷാവിധിയിലകപ്പെടുമെന്നല്ല, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അതിൻ്റെ 1ാമത്തെ പ്രോസസ്സാണ് വിശ്വസിക്കുക. 2ാമത് സ്നാനമേൽക്കാതെ പരസ്യമായി നമ്മൾ പ്രകടിപ്പിക്കേണ്ട, മറ്റുള്ളവർ കാണുക ചെയ്യേണ്ട കാര്യമാണ്. വിശ്വാസം നമ്മുടെ ഹൃദയത്തിലാണ്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പ്രകടനം എന്നുള്ളത് മറ്റുള്ളവർ കാണുന്നത്, ജനം കാണുന്നത്, മറ്റ് സഹോദരന്മാർ കാണുന്നത് ഈ സ്നാനത്തിലൂടെയാണ്. ചിലർക്ക് വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷേ സ്നാനം ചെയ്യാനൊരു മടി കാണും. പക്ഷെ അത് മറ്റുള്ള താൻ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിലുള്ള മറ്റുള്ള ആളുകളെ പേടിച്ചിട്ടായിരിക്കും, മറ്റ് സഭയെ പേടിച്ചിട്ടായിരിക്കും, തൻ്റെ ബന്ധുക്കളെ പേടിച്ചിട്ടായിരിക്കും പരസ്യമായി ഒരു സ്നാനത്തിലേക്ക് പോകാൻ കഴിയാത്തത്. പക്ഷേ അത് പോയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ വ്യവസ്ഥയ്ക്കകത്ത്, ക്രിസ്തു ഈ പറഞ്ഞ കാര്യത്തിനകത്ത് അയാൾക്ക് യാതൊരു അവകാശമില്ല. അയാൾ പുറത്ത് തന്നെ ആയിരിക്കും, ശിക്ഷാവിധിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇവിടെ ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയും അവിടെ അവർ കാണുന്നുണ്ട്. നമ്മളത് ശരിക്കും ഒന്നുകൂടെ പിക്ചറൈസ് ചെയ്ത് കാണണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു കാഴ്ച വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കും. 40 ദിവസം ഉണ്ടായിരുന്നു. 40 ദിവസമായപ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് എടുത്ത് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ എന്നിട്ടൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം വായിക്കുന്നത്, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഇവരിലൂടെയും യേശുക്രിസ്തു ശിഷ്യന്മാരിലൂടെയും സംഭവിക്കുന്നുണ്ട്. ആ 1-ാം നൂറ്റാണ്ടിൽ അത് സംഭവിക്കുന്നതിൻ്റെ പർപ്പസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കൂടെ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ച് പോരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ വചനത്തെ ഉറപ്പിച്ച് വചനം എഴുതി തീർന്നു. ഇനി ഇതിനകത്തൊരു വചനം എഴുതി ചേർക്കാനുള്ളതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ബൈബിൾ പൂർണ്ണമായത് കാര്യമാണ്, പൂർണ്ണമായതാണ്. അപ്പോൾ അത് കൊരിന്ത്യരുടെ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ അംശമായതാണ് ഈ പറയുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യം, അതുപോലെ പിന്നെ അതൊക്കെ കൃപാവരങ്ങൾ. രോഗസൗഖ്യം ഇന്നില്ലെന്നല്ല. ദൈവം ഒരാളെ സൗഖ്യമാക്കണമെങ്കിൽ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയും. പക്ഷേ മനുഷ്യരിലൂടെ അത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു കാര്യം, നീ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ സൗഖ്യമാകുന്നതും അന്യഭാഷകൾ സംസാരിക്കുന്നതും ഒക്കെ അംശമായിട്ടുള്ള കാര്യങ്ങളാണെന്നും
പൂർണ്ണമായത് വരുമ്പോൾ, പൂർണ്ണമായത് ഇവിടെ പറയുന്നുണ്ടല്ലോ, പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം എഴുതുന്നത് പൂർണ്ണമായിക്കൊണ്ടിരിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അന്യഭാഷകളുടെയും ഒന്നും പർപ്പസ് ഇല്ല. അത് നീങ്ങിപ്പോകും. അന്യഭാഷ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് നിന്നു പോകുമെന്നാണ്. അത് നിന്ന് പോയി. പക്ഷേ ഇന്നും പലരും അന്യഭാഷകളും ഒക്കെയും പറയുന്നുണ്ട്. അതൊന്നും അന്യഭാഷകളെ സംബന്ധിച്ച് പറയുന്നത് അത് ലോകത്തുള്ള എവിടെയെങ്കിലും ഉള്ളൊരു ഭാഷയായിരിക്കും. ആ ഭാഷയ്ക്കൊരു പർപ്പസുണ്ട്. മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ വിദേശികൾ വരുമ്പോൾ അവിടെ കേൾക്കുന്നവർക്കൊന്നും, അല്ലെങ്കിൽ പറയുന്ന ആൾക്ക് അന്യഭാഷ വരമില്ല. കേൾക്കുന്നവർക്കത് മനസ്സിലാകാത്തതുകൊണ്ട് എന്ത് പറ്റും? മലയാളത്തിൽ ഒരാളിനെ അവിടെ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കും. അപ്പോൾ അയാൾക്ക് അന്യഭാഷയെ വരമുണ്ടെങ്കിൽ അയാൾക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയും. അയാൾക്ക് മലയാള ഭാഷ അറിയില്ല. പക്ഷേ അവിടെ വരുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് അയാളിൽ വന്നിട്ട് അയാൾ പിന്നെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്കെല്ലാം അയാൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയും. ഇതാണ് ഭാഷാപരത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭാഷാപരത്തിൻ്റെ പർപ്പസ് ഇല്ല. ഇന്ന് എല്ലാ ഭാഷകളിലും ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതാത് ഭാഷകളിലുള്ളവർക്ക് അതാത് ഭാഷകളിൽ ബൈബിൾ വായിക്കാം. അപ്പോൾ അതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്ന് വചനം എഴുതി ഉറപ്പിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് എല്ലാ ഭാഷകളിലും വചനമുണ്ട്. ഇവിടെ ഒരു പൊതുഭാഷയുടെ അല്ലെങ്കിൽ അന്യഭാഷയുടെ ഒരു പർപ്പസ്, ഒരാവശ്യം ഇന്ന് നിലനിൽക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം അത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഞാനീ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കുന്ന വിശ്വാസികളുടെ ഒരു സമൂഹമൊന്നും കാണാനൊക്കത്തില്ല. അപ്പോൾ ഇതൊരു ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് പുതിയൊരു ഉപദേശമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു അനുഭവമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു വിവരമായിരിക്കും. അപ്പം ഞാനീ പറഞ്ഞ വിവരത്തെക്കുറിച്ച് ഒന്നുകൂടെ പരിശോധിക്കുക. അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് കേൾക്കുന്നതാണ്. ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയതും വിശ്വസിക്കുന്നതും അതങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്വമാണ്. അത് പരിശോധിക്കുക. ദൈവത്വ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്ത് നമ്മൾ എത്തേണ്ടടുത്ത് എത്താതെ പോകാതിരിക്കാൻ ഈ പരിശോധന ആവശ്യമാണ്. വ്യക്തിപരമായ പരിശോധന ആവശ്യമാണ്. തർക്കിക്കാനോ ഒന്നുമല്ല ഇവിടെ തയ്യാറാകേണ്ടത്, മറിച്ച് അതങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ പരിശോധിച്ച ഒരാളെന്ന നിലയ്ക്കാണ് ഞാനത് നേരത്തെ അറിഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇതാണ് എൻ്റെ സത്യമെന്ന് വചനഭാഗങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും ഇന്ന് ഒരവസരം വന്നപ്പോൾ താങ്കളോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. പരിശോധനകൾ നടക്കട്ടെ. ഏതാണ് സത്യമെന്ന് അറിയാനുള്ള വഴികൾ ഇതൊരു വഴിയാണ്. ഇങ്ങനെ കേൾക്കുമ്പോഴാണല്ലോ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ മനസ്സിലാക്കുക. ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് സത്യത്തിൽ നിൽക്കുവാൻ താങ്കളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.